ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതമാണ് പരീക്ഷ വരുന്നതല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ. ടീച്ചറിതാ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങളുടെ എക്സാമിലെ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഭാഗങ്ങൾ എത്ര? തന്നിരിക്കുന്ന ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം ചിത്രത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് ചുവടെയുള്ള കളങ്ങളിൽ എഴുതുക എന്നാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ചിത്രം നോക്കിയേ മക്കളെ, എ എന്ന് പറയുന്ന ചിത്രം. അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? 1/2 ആണല്ലേ, അല്ലെങ്കിൽ 2ൽ 1 ഭാഗമാണ് അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ, അവിടെയും 2ൽ 1 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അടുത്ത ചിത്രം നോക്കിയേ മക്കളെ, സി എന്ന് പറയുന്ന ചിത്രത്തെ നമ്മൾ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ. അതിൽ എത്ര ഭാഗത്തിന് നിറം നൽകിയിട്ടുണ്ട് മക്കളെ? 1 ഭാഗത്തിനാണ് നിറം നൽകിയിട്ടുള്ളത് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ആ ഒരു ചിത്രത്തിൽ ഒരുപാട് കളങ്ങളുണ്ട് അല്ലേ. 16 കളങ്ങളുണ്ട്. അതിൽ 4 കളങ്ങളിലാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. 16 എണ്ണം ഉള്ളതിൽ 4 എണ്ണം ഷെയ്ഡ് ചെയ്തു. അതിന് നമുക്ക് ചുരുക്കിയിട്ട് എങ്ങനെ പറയാം? 2/8 എന്ന് പറയാം അല്ലേ. അതായത് 1/4 അല്ലേ. 4ൽ 1 ഭാഗം എന്ന് പറയുന്നതും ശരിയാണ് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ചതുരത്തിൻ്റെ 1/4 ഭാഗം നിറം നൽകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മക്കളടുത്ത് ഒരു ചതുരം വരച്ചിട്ട് അതിൽ 4ൽ 1 ഭാഗം നിറം നൽകാനാണ്. നോക്കിക്കേ, നമുക്ക് ഇത്തരത്തിലൊരു ചിത്രം വരച്ചിട്ട് നിറം നൽകാവുന്നതാണ് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, പ്രവർത്തനം 2 നോക്കൂ. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. സ്കൂൾ തല ഗണിതോത്സവം നടത്തുന്നതിനായി രജനി ടീച്ചർ ക്രയോൺസും 3 ജിക്സോ ബോക്സുകളും വാങ്ങി. ക്രയോൺസിന് 846 രൂപയും 3 ജിക്സോ ബോക്സുകൾക്കും കൂടി 855 രൂപയും നൽകി. 9 പെട്ടി ക്രയോൺസുകളാണ് വാങ്ങിയത്. ഒരു പെട്ടി ക്രയോൺസിൻ്റെ വില എത്ര എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര പെട്ടി ക്രയോൺസാണ് മക്കളെ മേടിച്ചിട്ടുള്ളത്? 9 പെട്ടി ക്രയോൺസാണ് മേടിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നത്? ക്രയോൺസിന് 846 രൂപയാണെന്നാണ് നമുക്ക് അവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അത്തരത്തിൽ 9 പെട്ടിയാണ് മേടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പെട്ടി ക്രയോൺസിൻ്റെ വില കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? 846 ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ മതി അല്ലേ. ഹരിക്കണം 9 ചെയ്താൽ മതി. എത്രയാണ് മക്കളെ? 94 രൂപയായിരിക്കും ഒരു പെട്ടി ക്രയോൺസിൻ്റെ വില വരുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പം എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഹരിക്കാനുള്ള ക്രിയകളൊക്കെ പഠിച്ചിട്ട് പോവാം കേട്ടോ. നമുക്ക് അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് അതെല്ലാം ചോദിക്കൂ കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 3 കുട്ടികൾക്ക് ഓരോ ജിക്സോ ബോക്സ് വീതം നൽകി. ഒരു ബോക്സിൻ്റെ വില എത്ര എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ജിക്സോ ബോക്സിന് 855 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 എണ്ണം മേടിച്ചതിൽ. അങ്ങനെയാണെങ്കിൽ ഒരു ബോക്സിൻ്റെ വില കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? 855 ഹരിക്കണം 3 ചെയ്താൽ മതി അല്ലേ. എത്രയാണ് മക്കളെ ആൻസർ വരിക? 285 ആൻസർ വരിക അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പങ്കെടുത്ത 120 കുട്ടികൾക്ക് സദ്യ നൽകി. ഒരാൾക്ക് 130 രൂപ ചിലവായി. ആകെ എത്ര രൂപ ചിലവായി എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ, 120 കുട്ടികൾക്കാണ് നൽകിയിട്ടുള്ളത്. ഒരാൾക്ക് 30 രൂപയാണെങ്കിൽ ടോട്ടൽ കാണാനായിട്ട് എന്ത് ചെയ്യണം? 120 × 130 ചെയ്യണം അല്ലേ. എത്രയാണ് മക്കളെ ആൻസർ വരിക? 15,600 എന്ന് കിട്ടും അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്കൂൾ വാർഷികം. പൂച്ചക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം നടക്കുകയാണ്. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 100 രൂപ വീതം വിലയുള്ള 50 മൊമൻറ്റോകളാണ് നൽകിയത്. മൊമൻറ്റോകൾക്ക് ആകെ ചിലവായ തുക എത്ര എന്നതാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പം നമുക്കറിയാം 100 രൂപയാണ് ഒരു മൊമെൻറ്റത്തിന് വില അല്ലേ. അത്തരത്തിൽ എത്ര മൊമെൻറ്റം മേടിച്ചിട്ടുണ്ട്? 50 എണ്ണമാണ് മേടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആകെ ചിലവായ തുക കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി മക്കളെ? 100 ഗുണിക്കണം 50 ചെയ്താൽ മതി അല്ലേ. എത്രയാണ് ആൻസർ കിട്ടുക? 5000 എന്ന് കിട്ടും അല്ലേ. 5000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ കൂട്ടുകാരെ, അത് തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. LP വിഭാഗത്തിലെ 210 കുട്ടികൾക്കും വീട്ടിൽ ഗണിത ലാബ് ഒരുക്കുന്നതിന് 150 രൂപ വീതം വിലയുള്ള ഗണിത കിറ്റ് നൽകി. ഇതിൽ എത്ര രൂപ ചിലവായി എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാം സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അവിടെയൊക്കെ ഒരേ ക്രിയയാണ് നമ്മൾ ചെയ്യേണ്ടതല്ലേ. ഏതാണ്? ഗുണനമാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നോക്കിക്കേ മക്കളെ, എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം അല്ലേ. ആകെ കുട്ടികൾ 210 അതിൽ ഒരാൾക്ക് എത്രയാണ് ചിലവായിട്ടുള്ളത്? 150 ചിലവായിട്ടുള്ളത് അല്ലേ. അപ്പം 210 × 150 ചെയ്യണം അല്ലേ. എത്രയാണ് മക്കളെ വരിക? 31,500 എന്ന് കിട്ടും അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. മൊമൻറ്റോയ്ക്കും ഗണിത കിറ്റിനും കൂടി ആകെ എത്ര രൂപ ചിലവായി എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മൊമൻറ്റോയ്ക്ക് 5000ഉം ഗണിത കിറ്റിനും 31,500 ആണല്ലേ. ടോട്ടൽ 36,500 എന്ന് കിട്ടും. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജോഡിയാക്കാം. പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡികൾ വരച്ച് ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം A, B എന്ന് പറഞ്ഞ 2 കോളം നമുക്ക് തന്നിട്ടുണ്ട്. A എന്ന കോളം വായിച്ച് നോക്കുക. അതിന് മാച്ചായിട്ട് ഏതാണോ B കോളത്തിലുള്ളത് അത് തിരഞ്ഞെടുത്തിട്ട് അതിലോട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യം ഏതളവാണ് തന്നിട്ടുള്ളത്? 1 പവൻ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. നമ്മളെപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ സ്വർണത്തിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ പവൻ്റെ കണക്കാണ് പറയുക അല്ലേ. അപ്പം 1 പവൻ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 8 ഗ്രാമാണ് 1 പവൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് 1 ക്വിൻ്റൽ. 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമാണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാമാണ്. 1 കിലോമീറ്റർ 1000 മീറ്ററാണ് കേട്ടോ. അതുപോലെ 1 മീറ്റർ 1000 മില്ലിമീറ്ററാണ് വരുന്നത് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ മക്കളോട് എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അടുത്തത് നമുക്കൊരു പാറ്റേൺ ആണ് കേട്ടോ. നമ്മുടെ എക്സാമിന് എപ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യനാണ് പാറ്റേൺ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പാറ്റേൺ എന്താണെന്ന് നോക്കിക്കേ. കുറച്ച് വലിയ സംഖ്യകളാണ് തന്നിട്ടുള്ളത് അല്ലേ. ആദ്യത്തെ സംഖ്യ ഏതാണ്? 10,000, 20,000, 30,000 അല്ലേ. അടുത്തത് ഏതായിരിക്കും? 40,000. അത് കഴിഞ്ഞിട്ട് 50,000 വരും അല്ലേ. സെക്കൻഡ് വൺ നോക്കിക്കേ. 55,000, 45,000, 35,000. അവിടെ നമുക്ക് കുറഞ്ഞാണ് വരുന്നത് അല്ലേ. അടുത്തത് ഏത് വരും? 25,000, 15,000 അല്ലേ. സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. 29,841, 29,842. അപ്പോൾ അടുത്തത് ഏത് വരും? 29,843, 29,844, 29,845. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. നോക്കിക്കേ മക്കളെ. 43,200, 45,300, 47,400. അടുത്തത് ഏത് വരും? 49,500. അത് കഴിഞ്ഞിട്ട് 51,600 അല്ലേ. അവിടെ നമുക്ക് 2,100 വീതം കൂടിയാണ് ആ ഒരു പാറ്റേണിൽ വരുന്നത് കേട്ടോ. അടുത്ത നമുക്കൊരു ചിത്ര പാറ്റേൺ ആണ് തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ. 3 ചിത്രങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ചുവടെയുള്ള ചിത്ര പാറ്റേൺ പരിശോധിച്ച് അടുത്ത ചിത്രം വരച്ച് ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ മക്കൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം എന്ത് വ്യത്യാസമാണ് വരുന്നത്. നമുക്ക് ആ ഒരു തന്നിട്ടുള്ള ചിത്രത്തിലെ ആരോ മാർക്കിൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചതുരത്തിൻ്റെ അകത്തുള്ള ആ ഒരു ചെറിയ ചതുരത്തിൻ്റെ പൊസിഷനും എന്ത് ചെയ്യുന്നുണ്ട്? മാറി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 4ാമതായിട്ട് അവിടെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് വരിക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ ഈ ഒരു എക്സാമിന് കൂട്ടുകാർക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നും എക്സാം ഈസി ആയിരുന്നോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഒളിമ്പിക്സ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ചില രാജ്യങ്ങളുടെ മെഡൽ പട്ടികയാണ് താഴെ നൽകിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് തന്നിട്ടുണ്ട്? ഓരോ രാജ്യങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെഡലുകളുടെ പട്ടിക ഇത്തരത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ. അമേരിക്ക സ്വർണം 39, വെള്ളി 40, വെങ്കലം 33, ആകെ 112 അല്ലേ. അടുത്തത് ചൈന 38 സ്വർണം, 32 വെള്ളി, 19 വെങ്കലം, ആകെ ടോട്ടൽ എത്രയാണ്? 89 ആണ് അല്ലേ. ജപ്പാൻ 26 സ്വർണം,
14 വെള്ളി 17 വെങ്കലം 57 ടോട്ടൽ വരുന്നത്. ജർമ്മനി 22 സ്വർണം 20 വെള്ളി 22 വെങ്കലം ആകെ വരുന്നത് 64 അല്ലേ. ഇനി ഈ പട്ടികയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കൂട്ടുകാർക്ക് ചോദ്യങ്ങളുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു ടേബിൾ നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, അതിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏതാണ് മക്കളെ? നമുക്ക് ടോട്ടൽ എണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, ആ ഒരു പട്ടികയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് നോക്കിയാൽ മതിയില്ലേ. ഏതാണ് വരുന്നത്? 112 വരുന്നത് അല്ലേ. അത് ഏത് രാജ്യമാണ് മക്കളെ? അതിന് നേരെ നോക്കിക്കേ, ഏതാണ്? അമേരിക്കയാണ് അല്ലേ. അപ്പോൾ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള രാജ്യം. അപ്പോൾ കൂട്ടുകാർ അവിടെ അമേരിക്ക എന്ന് വേണം എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്വർണ്ണ മെഡലിനേക്കാൾ കൂടുതൽ വെള്ളി മെഡൽ നേടിയ രാജ്യം ഏതാണ്? അതും അമേരിക്ക തന്നെയാണ്. കൂട്ടുകാർക്ക് ആ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.